നമസ്കാരം. യുവതലമുറയുടെ ലഹരി ഉപയോഗവും അത് വരുത്തിവെക്കുന്ന ദോഷവും കഴിഞ്ഞ കുറേ നാളായി നാം കേൾക്കുന്ന വാർത്തയാണ്. ഇപ്പോഴാ ലഹരിക്ക് കൂടുതൽ അടിമപ്പെടുന്നതും അവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെടുന്നത് മുസ്ലിം സമുദായക്കാരെന്ന സത്യം വിളിച്ചു പറയുകയാണ് KT ജലീൽ MLA. അതായത് മദ്രസ വിദ്യാഭ്യാസം നടത്തിയവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നായി പിടിയിലാകുന്നതെന്നും മയക്കുമരുന്നിനെതിരെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും പണത്തോടുള്ള അമിതമായ മോഹമാണ് ഇതിന് പ്രധാന കാരണം. ലഹരി കടത്തും വിതരണവും ഒരു തെറ്റല്ലെന്ന് അവർ ചിന്തിക്കുന്നു. മദ്രസയിൽ പോയി ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണമെന്നും ജലീൽ പറയുന്നുണ്ട്. മലപ്പുറത്ത് നടന്ന പരിപാടിക്കിടെയായിരുന്നു ജലീലിന്റെ വാക്കുകൾ. മറ്റു മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കൊന്നും ലഭിക്കാത്ത രീതിയിലുള്ള മതപഠനവും ധാർമ്മിക ബോധവും മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നൽകുന്നുണ്ട്. എന്നിട്ടും ഇവർ എങ്ങനെ വഴിതെറ്റുന്നുവെന്ന് പരിശോധിക്കേണ്ടതാണ്. ലഹരി വ്യാപനത്തെ തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും MLA പറയുന്നു. നാം ഒരു പഠനം നടത്തണം. MDMA കൈവശം വെച്ചതിനും കഞ്ചാവ് കടത്തിയതിനും പിടിയിലാകുന്ന വ്യക്തികളെ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അവരെല്ലാവരും മദ്രസകൾ പോയിട്ടുണ്ട്. സത്യത്തിൽ ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസവും മതപഠനവും ധാർമ്മിക പഠനവും ലഭിക്കുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു വിഭാഗത്തിലെ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. നിങ്ങൾ കളവ് നടത്തരുത്, മദ്യപിക്കരുത്, ലഹരി വസ്തുക്കൾ കൊണ്ടു നടക്കരുത് എന്നൊരു പുരോഹിതനും അവരോട് പറഞ്ഞു കൊടുക്കുന്നുമില്ല. അതിനവർക്ക് കഴിഞ്ഞിട്ടുമില്ല. മദ്രസയിലോ മതപഠന ക്ലാസുകൾക്കോ പോകാത്ത സഹോദര സമുദായങ്ങൾക്കുള്ള ധാർമ്മിക ബോധം പോലും മദ്രസ പഠനം നടത്തുന്ന മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നില്ല. ഇത് പരിശോധിക്കേണ്ടതാണ്. എന്തോ ഒരു തകരാർ സംഭവിക്കുന്നുണ്ട്. ഇതിനെ വേണ്ട വിധം നേരിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. പണത്തോടുള്ള ആർത്തിയും മോഹവുമാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. ലഹരി വസ്തുക്കൾ വിൽക്കുമ്പോഴും കാരിയർമാർ ആകുമ്പോഴും പണം ലഭിക്കുന്നു. സ്വർണം കടത്തുന്നതും പണം ലഭിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും തെറ്റല്ലെന്നാണ് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത്. ഇക്കാര്യത്തിൽ മതസംഘടനകളുടെ ഇടപെടൽ നിർബന്ധമായും വേണം. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക എന്നതാണ് ഇതെല്ലാം തടയാനുള്ള പോംവഴി. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന തെറ്റുകളിൽ നിന്നും നാം അകന്നു നിന്നേ പറ്റൂ. അത് വളർന്നു വരുന്ന തലമുറയെ നാം പഠിപ്പിക്കണമെന്നും KT ജലീൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം കടത്തുന്നതിന്റെ പേരിൽ പിടിയിലാകുന്നവരിൽ ധാരാളം മുസ്ലിങ്ങളുണ്ടെന്നും സ്വർണ്ണക്കടത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്നും നേരത്തെയും KT ജലീൽ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ മത നേതാക്കൾക്ക് ഫത്വ പുറപ്പെടുവിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.